ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാളികേരം വറുത്തരച്ച സാമ്പാർ വെച്ചാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നോർമൽ പരിപ്പും കുറച്ച് കടലപ്പരിപ്പും എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഞാൻ ഇതിനൊപ്പം ഇടുന്നില്ല, കാരണം വെന്ത് കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക ഞാൻ സെപ്പറേറ്റ് വഴറ്റിയിട്ടാണ് ഇടണം കേട്ടോ. വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ വെണ്ടയ്ക്ക് മുരിങ്ങക്കായ ഇട്ട് നന്നായി തിളയ്ക്കട്ടെ. പകുതി മുക്കാൽ വേവാകുമ്പോഴത്തേനും നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിക്കാം. പുളി പിഴിഞ്ഞൊഴിച്ച് നന്നായി തിളച്ച് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നാളികേരത്തിൻ്റെ ഒപ്പം ഉഴുന്ന് പരിപ്പ്, കായം, ഉലുവ, ജീരകം, കുരുമുളക്, ഉള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഈ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് വഴറ്റുക. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച് നന്നായി തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ അതിലൊരു കഷ്ണം ശർക്കര ഇടണം കേട്ടോ. ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉള്ളി, ഉണക്കമുളക് എന്നിവയിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ താളിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ.